മറ്റു വാർത്ത, ബഹ്റിനിലെ ആമസോൺ സെന്റർ ആക്രമിച്ചുവെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. US പോർ വിമാനം തകർത്തുവെന്നും അവകാശവാദമുണ്ട്. ശിലായുഗത്തിലേക്ക് തിരിച്ചയക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഈ ആക്രമണം കടുപ്പിക്കുന്നത്. ആമസോണിന്റെ കെട്ടിടം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ആക്രമിച്ചുവെന്നുള്ള അവകാശവാദം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആമസോണിന്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെന്ററിന് നേരെയാണ് ആക്രമണമുണ്ടായെന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു. നേരത്തെ ജോർദാനിലെ സൈനിക താവളത്തിൽ വെച്ച് US-ന്റെ യുദ്ധവിമാനം ആക്രമിച്ചുവെന്നും ഇറാൻ അവകാശപ്പെട്ടിരുന്നു. അൽ അസ്റാഖ് സൈനിക താവളത്തിലെ വിമാനത്തിന് നേരെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് ഇറാന്റെ വാർത്താ ഏജൻസിയായ മെഹർ റിപ്പോർട്ട് ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ ജനതയോട് ഇറാൻ ശത്രുത പുലർത്തുന്നില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്ത് എഴുതിയ കത്തിലാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെയും വ്യവസായ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തുന്ന വ്യോമാക്രമണങ്ങൾ യഥാർത്ഥത്തിൽ ഇറാൻ ജനതയെ ബാധിക്കുന്നതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരം ആക്രമണങ്ങൾ അതിർത്തികൾക്കപ്പുറം വ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ യുദ്ധത്തിലൂടെ അമേരിക്കൻ ജനതയ്ക്ക് അവരുടെ എന്ത് താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത്? ഇറാൻ ഒരു തരത്തിലും ആർക്കും ഭീഷണിയായിട്ടില്ല. ചരിത്രപരമായും യാഥാർത്ഥ്യമായുമുള്ള വസ്തുതകൾ തന്നെയാണ് ഇത്. ട്രംപിന്റെ അമേരിക്ക ആദ്യമെന്ന സിദ്ധാന്തത്തെ ഇറാൻ പ്രസിഡന്റ് രൂക്ഷമായി വിമർശിക്കുന്നു. ഒപ്പം ഒരു യുദ്ധത്തിനും ഇറാൻ തുടക്കം കുറിച്ചിട്ടില്ല എന്നും പെസഷ്കിയാൻ പറയുന്നത് വളരെ പ്രധാനമാണ്. അതായത് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമേരിക്കൻ ജനതയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഈ പ്രഖ്യാപനം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ഹോർമുസിലേക്ക് തന്നെ മടങ്ങി വരണം. ഹോർമുസിൽ ഇന്ത്യക്ക് ആശ്വാസകരമായി ഇറാന്റെ ഒരു ട്വീറ്റ് വന്നിരിക്കുകയാണ്. അതായത് ഹോർമുസിലെ ഇന്ത്യൻ സുഹൃത്തുക്കൾ സുരക്ഷിത കരങ്ങളിലാണ്, ഭയക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, ഹോർമുസിൽ 20ഓളം നമ്മുടെ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ 400-500ഓളം നാവികർ ആ കപ്പലുകളുടെ ഭാഗമായി ഉണ്ട്. ഇവരൊക്കെ സുരക്ഷിതരാണ് എന്നും ഞങ്ങൾ മറ്റ് രാജ്യങ്ങളെ കാണുന്നത് പോലെ അല്ല ഇന്ത്യയെ കാണുന്നത് എന്നും വ്യക്തമാക്കുകയാണ് ഇറാൻ എംബസി. ഇറാനും ഒമാനും മാത്രമാണ് ഹോർമുസ് കടലിടുക്കിൻ്റെ ഭാവി തീരുമാനിക്കുന്നതെന്നും ട്വീറ്റിൽ പറയുകയാണ്. അജയ്, നമുക്കറിയാം, വളരെ കുറച്ച് കപ്പലുകൾക്ക് മാത്രമാണ് ഈ ആക്രമണം നടത്തിയതിന് ശേഷം ഹോർമുസ് കടക്കാൻ സാധിച്ചത്. ഇന്ത്യയുടെ 5ഓളം കപ്പലുകൾ ഇതിനകം രാജ്യത്തെത്തിക്കഴിഞ്ഞു. പക്ഷെ അപ്പോഴും 20ഓളം കപ്പലുകൾക്ക് അനുമതി കിട്ടിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ നാവികർ സുരക്ഷിതരാണ് എന്ന് ഇറാൻ വ്യക്തമാക്കുന്നത്. ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള യാത്ര അത് പല രാജ്യങ്ങൾക്കും വളരെ കടുത്ത പ്രതിസന്ധി തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ നിലവിൽ ഏതാണ്ട് 20ഓളം കപ്പലുകൾ മേഖലയിലുണ്ട്. ഒരു 18 കപ്പലുകൾക്ക് കൂടി ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ ഇറാനോട് തേടുന്നുണ്ട്. എന്നാൽ നിലവിൽ അക്കാര്യത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ